أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളും പിന്തുടർന്ന് ജീവിക്കുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും ശാശ്വതമായ പരലോക വിജയവും നേടിയെടുക്കാനും ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലതു മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ അധിവസിക്കുന്ന ഈ നാട്, ഈ നാട്ടിൽ അള്ളാഹുവിൻ്റെ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ ദീൻ അഥവാ ഇസ്ലാം അതനുസരിച്ച് ജീവിക്കുക എന്നത് നാൾക്ക് നാൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് എന്ന ഒരു സ്ഥിരമായ നിലപാടും അവബോധവും നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. നമുക്കറിയാം, ലോകാരംഭം മുതൽ തന്നെ മനുഷ്യർ വ്യത്യസ്തരാണ്. ലോകത്ത് മനുഷ്യർ ഇവിടെ ഉണ്ടായ കാലം മുതൽ തന്നെ അവരുടെ സൃഷ്ടാവായ പടച്ചവൻ അവരെ വ്യത്യസ്തതകളോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ പ്രവർത്തിക്കുകയും ഒരേ സ്വഭാവത്തിലും ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലും ഒരേ ഭാഷയിലും ഒരേ വേഷത്തിലും ഒരേ നാട്ടിലും ആയിട്ടല്ല അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വ്യത്യസ്തത എന്നത്, വൈവിധ്യം എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. അത് മനുഷ്യ സൃഷ്ടിപ്പിൽ മാത്രമല്ല, മറ്റേതൊരു സൃഷ്ടിപ്പെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ കാണാൻ കഴിയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ നോക്കിയാൽ ആ വൈവിധ്യം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഉദാഹരണമായി മാമ്പഴം എടുത്തു നോക്കിയാൽ എത്ര തരം മാമ്പഴങ്ങളാണ് ലോകത്തുള്ളത്. ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ഫലവർഗ്ഗങ്ങളും മറ്റുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വ്യത്യസ്തതകളോടുകൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ വ്യത്യാസത്തെ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രങ്ങളും പ്രദേശങ്ങളിലും ദേശങ്ങളിലും ഒക്കെയായിട്ട് നാം സൃഷ്ടിച്ചിരിക്കുന്നു. നാം നിങ്ങളെ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. എന്തിനാണ് ലിതആറഫു? നിങ്ങൾക്ക് മേൽവിലാസം ഉണ്ടാവാൻ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാൻ, ഒരേ രൂപത്തിലും ഭാവത്തിലും പ്രദേശത്തിലും ഭാഷയിലും വേഷത്തിലും ഒക്കെയായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ വേണ്ടി, അഡ്രസ് ഉണ്ടാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ മറ്റ് സൃഷ്ടിപ്പിൽ എന്ന പോലെ തന്നെ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, അവൻ അവലംബിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇത് ലോകത്ത് മനുഷ്യർ വർദ്ധിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ അറിവും വിവരവുമുള്ള ആളുകൾ ആ വ്യത്യസ്തതകളോടൊപ്പം തന്നെ തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോകാൻ സാധ്യമാവുക എന്ന അർത്ഥത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പരസ്പരം ഒരുമിച്ച് ജീവിക്കുക, ഒത്തുപോവുക എന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദർഭമുണ്ടായി. അങ്ങനെയാണ് ലോകത്ത് സാമൂഹികമായ നിയമങ്ങൾ ഉണ്ടായി വന്നത്.
പൗരാണിക കാലത്തും ആധുനിക ലോകത്തും അങ്ങനെ മനുഷ്യന്റെ ജീവിത വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്ന നിലയിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആധുനിക ഭരണഘടനകളൊക്കെ ഇവിടെ സംവിധാനിക്കപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന ചാർട്ടർ ഉണ്ടാക്കുകയുണ്ടായല്ലോ. അതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ അവിടെ വ്യത്യസ്തരായ നാനാജാതി മതസ്ഥരായ ആളുകളും വൈവിധ്യങ്ങളുള്ള ആളുകളും അവിടെ ഉണ്ടായിത്തീർന്നു. അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി സാമൂഹികമായ സഹവർത്തിത്വം സാധ്യമാക്കണം. ഓരോ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും അവരവരുടേതായ മതങ്ങളിലും ആശയങ്ങളിലും സംസ്കാരങ്ങളിലും പ്രത്യേകതകളോടുകൂടി തന്നെ നിലകൊണ്ടോട്ടെ. പക്ഷേ സാമൂഹികമായ ആരോഗ്യകരമായ സഹവർത്തിത്വം സാധ്യമാകണം. അതിനെന്താ വേണ്ടത്? സാമൂഹികമായ ബഹുസ്വരത എന്ന ഒരാശയം ലോകത്തിന്റെ മുമ്പിൽ അതിമനോഹരമായി മുമ്പോട്ട് വെക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹും ഉമ്മത്തുൻ വാഹിദത്തുൻ മിൻ ദൂനിന്നാസ്. മറ്റുള്ള ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കരാറിൽ ഏർപ്പെടുന്ന ഈ ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങളിൽ നിന്ന് മക്കയിൽ നിന്ന് വന്ന ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ, മദീനയിലേക്ക് വന്ന മദീനയിലെ അൻസാറുകളിൽപ്പെട്ട വ്യത്യസ്തമായ ഗോത്ര വിഭാഗങ്ങൾ, അതേപോലെ തന്നെയാണ് അവിടെയുള്ള ജൂതന്മാർ, അവരുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഈ വ്യത്യസ്തതകളെ മുഴുവനും തമ്മിൽ ഏകോപിപ്പിക്കുന്ന ഒരു സാമൂഹിക ബഹുസ്വരതയുടെ ഒരു കരാർ, ഒരു ഉടമ്പടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാക്കുകയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഇന്നഹും ഉമ്മത്തുൻ വാഹിദ. അവർ ഒരു യൂണിറ്റിയാണ്, ഒരു സമൂഹമാണ് എന്നാണ് നമ്മൾ പറയാറുണ്ടല്ലോ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും. നമ്മുടെ ഭരണഘടന അതൊരു വലിയ താലോലിക്കുന്ന വലിയൊരു തത്വമാണ്. ആ തത്വം നമ്മുടെ ഭരണഘടന അക്ഷരാർത്ഥത്തിൽ മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ രാജ്യത്തും മുമ്പോട്ട് പോകേണ്ടത്. നാനാത്വത്തിൽ ഏകത്വം. വ്യത്യസ്ത മതങ്ങളും ജാതികളും ഉപജാതികളും വർഗങ്ങളും ഒക്കെയായി നിലനിൽക്കുന്നതോടൊപ്പം തന്നെ പരസ്പരം സാമൂഹികമായി ആരോഗ്യകരമായ സഹവർത്തിത്വം ഉണ്ടാകണം. മനുഷ്യർ എന്ന നിലയിൽ അവരൊരു പൊതു സംസ്കാരം, എല്ലാവർക്കും സ്വീകാര്യമാകുന്ന പടച്ചവന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ അവരവരുടേതായ മതങ്ങളിലും ദർശനങ്ങളിലും ആശയങ്ങളിലും സംസ്കാരങ്ങളിലും നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അവർ പൊതുവായ ചില സ്വഭാവങ്ങളുടെ പേരിൽ അവർ ഒന്നായി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറോടെ നടത്തുന്നത്. ഇതിന്റെ ആധുനികമായ വികസിച്ച രൂപമാണ് ഇന്നത്തെ നമ്മുടെ ഭരണഘടനകളിൽ നമ്മൾ കാണുന്നത്. ആധുനിക ജനാധിപത്യ ലോകത്തെ അമേരിക്കയിലായാലും വ്യത്യസ്ത രാജ്യങ്ങളിലായാലും ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയിലും അതാണ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതുവരെയും മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വികസിച്ച വളരെ വിദ്യാസമ്പന്നമായിട്ടുള്ള പ്രബുദ്ധമായ ജനസമൂഹങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭരണഘടന നമ്മുടെ മുമ്പിലുണ്ട്. ആ ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതുവരെയും മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെയും അതേപോലെ തന്നെ ലോകത്ത് മനുഷ്യാവകാശവും അതുപോലെ സാമൂഹ്യ ബഹുസ്വരതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങൾ, അമേരിക്ക പോലെ, ഇസ്രയേൽ പോലെ, അതല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലെയുള്ളിടങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ജനാധിപത്യം, നമ്മുടെ നാട്ടിലെ ജനാധിപത്യം, അതിന്റെ സാമൂഹിക ബഹുസ്വരത, ഇതൊക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ടുള്ള മറ്റ് ആശയങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. ആഗോളതലത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ മൃഗീയമായ താണ്ഡവമാണ് സയനിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം ജനോസൈഡാണ്. മുസ്ലിങ്ങളെ വംശീയമായി ഉന്മൂലനാശം വരുത്തുക. ഈ ഒരു മനുഷ്യവർഗത്തെ, മുസ്ലിം സമൂഹത്തെ പൂർണ്ണമായും ഇവിടെ നിന്നും നിഷ്കാസനം ചെയ്യുക എന്നതാണ് സയനിസ്റ്റുകൾ മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. ഇത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ കൃത്യമായ അജണ്ടയാണ്. അവർ അത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഇവിടത്തെ നവഫാഷിസം ഇറ്റലിയിൽ നിന്നും
അതുപോലെ ജർമ്മനിയിൽ നിന്നൊക്കെ, മുസോളിനിയിൽ നിന്നും ഹിറ്റ്ലറിൽ നിന്നുമൊക്കെ കടം കൊണ്ടിട്ടുള്ള ആ ഒരു സങ്കല്പം, ഹിംസാത്മകമായ തീവ്ര ഹിന്ദുത്വ സങ്കല്പം, അവരുടെ ലക്ഷ്യം വിചാരധാര പറയുന്നത് പോലെ തന്നെ മുസ്ലിങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതാണ്. ഇവിടെ നിന്നും അവരുണ്ടാവാൻ പാടില്ല എന്നതാണ്. അപ്പോ ആ അർത്ഥത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആഗോളതലത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇസ്ലാമോഫോബിയ എന്നത്. ഇസ്ലാം വിരോധം, ഇസ്ലാം വെറുപ്പ്. അപ്പൊ അതിന്റെ ഈ പറയപ്പെടുന്ന സയനിസത്തിന്റെയും ഫാഷിസത്തിന്റെയും ഒക്കെ ഉപോൽപ്പന്നങ്ങളായി മനുഷ്യരുടെ സ്വതന്ത്ര ചിന്തയുടെ പേരിൽ പ്രവർത്തിക്കുന്നതാണ് നവ ലിബറലിസം പോലെ, അതേപോലെ തന്നെ നിയോ എത്തിസം പോലെയുള്ള സംഗതികളൊക്കെ ലോകത്ത് നവനാസ്തികതയുടെ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിന്റെ, അതല്ലെങ്കിൽ സ്വതന്ത്ര ലൈംഗിക വിചാരങ്ങളുടെ, അതല്ലെങ്കിൽ സ്വതന്ത്രവാദങ്ങളുടെ, ഭൗതിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പേരിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവരൊക്കെ തന്നെ ഈ സയനിസത്തിന്റെയും ഫാഷിസത്തിന്റെയും ഓരം പറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെയും ഭാഷ ഇത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രമുഖന്മാരായ നവനാസ്തികന്മാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ, അവരുടെ പ്രതികരണങ്ങൾ എടുത്തു നോക്കൂ. അവരൊന്നും തന്നെ ഇസ്രായേലിലെ ഇത്രയും ഭീകരമായ നരനായാട്ടുകളെ ഒരു വാക്കുകൊണ്ടെങ്കിലും അപലപിക്കുന്നത് നമ്മൾ കാണാറില്ലല്ലോ. അതേസമയം ആ സമയം ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ തേജോവധം ചെയ്യാൻ ആവശ്യമായ എല്ലാ കരുക്കളും അവർ നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിലായാലും രാജ്യത്തായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള രാജാധിപത്യവും ഏകാധിപത്യവും, രാജവാഴ്ചയും ഏകാധിപത്യവും, ഇതിനെയൊക്കെ അപേക്ഷിച്ച് ആധുനിക ലോകത്ത് ഏറ്റവും പുരോഗമനപരമായ ഒരു സങ്കല്പമാണല്ലോ ജനാധിപത്യം, ഡെമോക്രസി. അപ്പൊ ഈ ജനാധിപത്യത്തെയും എല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഫാഷിസവും സയനിസവും എല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ സമൂഹത്തിലേക്ക് അവരുടെ ആശയങ്ങൾ അരിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ വംശഹത്യാ സിദ്ധാന്തം വിജയിപ്പിക്കാനുള്ള ഒരു വഴി എന്താണ്? വെറുപ്പുൽപാദനവും അതിന്റെ വിപണനവുമാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ, ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. പ്രത്യേക സൈബർ മേഖലകളിൽ വമ്പിച്ച ആസൂത്രണങ്ങളോടുകൂടി തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആഗോളതലത്തിലും അതിൻ്റെതായ തിങ്ക് ടാങ്കുകളും അതിന്റെ ഫാക്ടറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ മോശക്കാരാണ്, അവർ ജീവിക്കാൻ അർഹരല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാനുള്ള എളുപ്പമാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അവരുടെ ചിഹ്നങ്ങളും അടയാളങ്ങളും ചരിത്രവും ഇല്ലാതാക്കുക. അതാണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു പള്ളികൾ, അതിനോട് ശത്രുത, അത് തകർക്കുക. തല ഉയർത്തി നിൽക്കുന്ന മിനാരങ്ങളോടെ കുബ്ബയോടെ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ അടയാളങ്ങളെ പൂർണ്ണമായും തച്ചു തകർക്കുക. കള്ളക്കഥകൾ, നുണപ്രചാരണങ്ങൾ നടത്തിക്കുന്നു. ഇത് തന്നെയാണ് ഹിറ്റ്ലറിന്റെ മന്ത്രി നടത്തിയിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഈ അർത്ഥത്തിൽ വ്യാപകമായ നുണപ്രചാരണം, മദ്രസകൾ പിടിച്ചെടുക്കുക, മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സമൂഹങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതേപോലെ മുസ്ലിം പ്രദേശങ്ങളെ, ഭൂരിപക്ഷ പ്രദേശങ്ങളെ, അതിനെ വോട്ടർ പട്ടികയിൽ നിന്നും പേരില്ലാതാക്കുക. അതല്ലെങ്കിൽ മുസ്ലിം പ്രദേശങ്ങളെ വിഭജിച്ചിട്ട് അവരുടെ ഭൂരിപക്ഷ സ്വഭാവം നഷ്ടപ്പെടുത്തുക, അവരെ ദുർബലമാക്കുക, അവരെ ശിഥിലമാക്കുക. അതേപോലെ മുസ്ലിം സ്മാരകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ മുഗൾ ഭരണകാലഘട്ടത്തിലെ സ്മാരകങ്ങൾ, സംഭാവനകൾ, അത് താജ്മഹൽ പോലെ, കുത്തബ് മിനാർ പോലെ, അതല്ലെങ്കിൽ ചെങ്കോട്ട പോലെ, ഇങ്ങനെ വ്യത്യസ്തമായ സ്മാരകങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന മുസ്ലിങ്ങളുടെ പഴയകാല പ്രതാപത്തെ വിളിച്ചോതുന്ന, തലയെടുത്ത് നിൽക്കുന്ന സ്മാരകങ്ങളെ ഇതൊക്കെ തന്നെ ഒന്നുകിൽ തകർക്കുക, അല്ലെങ്കിൽ അതിന് പുനർനാമകരണം ചെയ്യുക, മുസ്ലിം പേരുകൾ മാറ്റി വേറെ പലതുമാക്കി മാറ്റുക. മുസ്ലിം പ്രദേശങ്ങളുടെ പേരുകൾ, റോഡുകളുടെ പേരുകൾ, സ്ഥലനാമങ്ങൾ, ഇതൊക്കെ മാറ്റുക. ഇതേപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങൾ, അതിൽപ്പെട്ട പർദ, തൊപ്പി, താടി, ഇതിനോടൊക്കെ ശത്രുത പ്രഖ്യാപിക്കുക. ബാങ്കുവിളി, അത് ഭയങ്കര സമൂഹത്തിന് അലോസരമാണ് എന്ന
പിന്നെ ദുഷ്പ്രചാരണം ഉണ്ടാക്കിയിട്ട് അത് നിരോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആദ്യത്തെ ചുവടുവയ്പ് അവരുടെ അടയാളങ്ങളും ചിഹ്നങ്ങളും ചരിത്രവും എല്ലാം തന്നെ മാറ്റുക എന്നത്. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ ചരിത്രം മാറ്റാൻ രാജ്യത്തിന് നടത്തിയിട്ടുള്ള മുഗൾ കാലഘട്ടത്തിൽ അവർ കൊടുത്തിട്ടുള്ള സംഭാവനകൾ, സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള പങ്ക്, ഇതൊക്കെ തന്നെ അതിനെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ, രാജ്യത്തിന്റെ വിഭജനം, ഇതൊക്കെ തന്നെ ചരിത്രത്തെ മാറ്റിമറിച്ച് മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരികയും ഇവിടത്തെ സംഘപരിവാർ ഫാഷിസം ഉദ്ദേശിക്കുന്ന ഇവിടത്തെ രാജ്യത്തിന്റെ നിർമ്മാണത്തിലോ അതല്ലെങ്കിൽ ഭരണത്തിലോ പൂർവ്വകാലത്തോ യാതൊരു സംഭാവന നൽകാത്ത ഇവിടത്തെ ഹിന്ദുത്വ ആ സമൂഹത്തിന്റെ കള്ളക്കഥകൾ ചരിത്രമാക്കി പുതിയ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടത്തെ പിന്നെ പഴയ കാലഘട്ടത്തിൽ ഇവര് കൊണ്ടു നടക്കുന്ന ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ ചരിത്രം പോലെ പഠിപ്പിച്ച് ശാസ്ത്രത്തിന്റെ സംഭാവനകളാക്കി അതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ചേർത്തിട്ട് അവതരിപ്പിക്കും. ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനോട് ചേർത്താണ് നമ്മൾ പുതിയ കാലത്ത് കാണുന്ന ശിരോവസ്ത്ര പ്രശ്നങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ നോക്കിക്കാണുന്നത്. ഇത് ഒറ്റപ്പെട്ടതല്ല. ഇത് രാജ്യത്തും ലോകത്തും പൊതുവെ നടക്കുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഒറ്റപ്പെട്ട ഇത്തരം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലെ ഒരു സ്കൂളിൽ, അവിടെ സീറോ മലബാർ സഭയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു സ്കൂളിൽ, അവിടെ തലമറച്ചു കൊണ്ടുവരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയോട്, 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയോട് ഇത് ചെയ്യാൻ പാടില്ല, ഇത് സ്കൂളിന്റെ നിയമത്തിന് വിരുദ്ധമാണ്, തലമറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പണിഷ്മെന്റ് കൊടുക്കുകയും ആ കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള മാനസിക പീഡനങ്ങൾ ആ കുട്ടിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആ കുട്ടിയെ പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അവസാനം നിവർത്തികെട്ട് ആ രക്ഷകർത്താവ് ഇപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി തയ്യാറായിരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇത് തുല്യത വേണം, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ, ഇത് പിന്നെ തലതിരിഞ്ഞ സ്വഭാവമാണ്, ഇത് ചെയ്യാൻ പാടില്ല, വിരോധാഭാസമാണെന്നൊക്കെ പറഞ്ഞിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ സഭ, ക്രൈസ്തവ സഭ, അവിടെ ധാർഷ്ട്യത്തോടു കൂടി തന്നെ വളരെ തിട്ടൂരമായി തന്നെ അങ്ങനെ അവിടെ തലമറച്ചു വരാൻ പാടില്ല എന്ന് പറയും. ഈ പറയുന്നവരാരാണ്? നിങ്ങൾ നോക്കൂ, ഇവിടെ ന്യായത്തിനും നീതിക്കൊന്നും യാതൊരു വിലയുമില്ല. നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന എന്തുമാത്രം അശ്ലീലമാണ് ആ വാക്കെന്ന് നോക്കൂ. പറയുന്നത് ആരാണ്? അവിടുത്തെ പ്രിൻസിപ്പലായിട്ടുള്ള ഒരു കന്യാസ്ത്രീയാണ്. അവർ ധരിച്ചിരിക്കുന്നത് എന്താണ്? പൂർണ്ണമായ പർദ്ദയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പർദ്ദ ധരിച്ചുകൊണ്ട്, മക്കന ധരിച്ചുകൊണ്ട്, ശിരോവസ്ത്രം ഹിജാബ് ധരിച്ചുകൊണ്ട് കന്യാസ്ത്രീ പറയുന്നു തട്ടമിട്ടുകൊണ്ട് വരാൻ പാടില്ല. എന്തുമാത്രം വൃത്തികെട്ട വിരോധാഭാസമാണ് ഇവര് നടത്തുന്നത് നിങ്ങൾ നോക്കും. അപ്പൊ ഈ തരത്തിൽ അതിന് എന്തുമാത്രം വിരോധമുണ്ടായാൽ മതിയാകും ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇവിടത്തെ സംഘികളും ക്രിസംഘികളും സംഘപരിവാറും ഈ രാജ്യത്തെ വളരെയധികം വർഗീയമായി ചിന്തിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളുമല്ല, സീറോ മലബാർ സഭ പോലെ, കാസ പോലെയുള്ള അങ്ങേയറ്റം അതിതീവ്രമായ നിലയിൽ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ നടത്തുന്ന ക്രൈസ്തവ സഭയുടെ നിയന്ത്രണത്തിലുള്ള അത്തരം സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ വ്യാപകമായി പഠിച്ചുകൊണ്ടിരിക്കും. മിക്കവാറും ക്രിസ്ത്യൻ സ്കൂളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ആരാണ്? അവരുടെ സമുദായത്തിലുള്ള കുട്ടികളെക്കാൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിരിക്കും കൂടുതൽ പഠിക്കുന്നത്. അവിടെയൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള, അഹങ്കാരത്തോടു കൂടിയുള്ള മതവെറിയുടെ പേരിൽ മുസ്ലിം വിരോധം പ്രകടിപ്പിക്കുകയാണ്. തട്ടമിട്ട് വരാൻ പാടില്ല, തലമറയ്ക്കാൻ പാടില്ല, കണങ്കാലിൽ മുട്ടുകാലിന് താഴേക്ക് ചില സ്കൂളുകളിൽ അവിടെ സ്കർട്ട് തന്നെ ധരിക്കാൻ പാടില്ല, സ്കാർഫ് ധരിക്കാൻ പാടില്ല. അതേപോലെ ചില സ്കൂളുകളിലൊക്കെ കുരിശു വരക്കണം, ക്രൈസ്തവ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന നിലയിൽ
ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ കുട്ടികളെ ഉൾക്കൊള്ളുന്ന നിലയിൽ ബഹുസ്വരതയ്ക്ക് ചേർന്നതോ അല്ലാത്ത അതിതീവ്രമായ മതം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവത്തിൽ നാളുകളായി നമ്മുടെ ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഇവിടെ കൂടുകൾ പോലെ മുളച്ചു പൊന്തുകയും നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ യഥേഷ്ടം അവിടെ കൊണ്ടുപോയി ചേർക്കുകയും ചെയ്യും. ക്രിസ്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അതിനെന്തോ ഒരു ഡിഗ്നിറ്റി ഉള്ളത്, അപകർഷതാബോധമാണ് നമ്മുടെ കുട്ടികൾക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്. തലയിൽ നിന്ന് ആദ്യമായി തട്ടമൂരിയിട്ട് നടന്നത് ചിലപ്പോ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് ശീലിച്ച ഇസ്ലാമിക സംസ്കാരം കൈയൊഴിഞ്ഞിട്ട് അവർ ആദ്യമായിട്ട് ഊരിയത് സ്കൂളിന്റെ നിയമം പാലിക്കാൻ വേണ്ടിയായിരിക്കും. എനിക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറ എന്ന മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭൂരിപക്ഷ പ്രദേശത്ത് അവിടെ നടക്കുന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ സ്കൂളിൽ അവിടെ ഇപ്പോഴും അവിടെ കുട്ടികൾ കയറി ചെല്ലാൻ, ഭൂരിപക്ഷം മുസ്ലിം കുട്ടികളാണ് പഠിക്കുന്നത്. കയറി ചെല്ലണമെങ്കിൽ അവരുടെ സ്കാർഫ് ഊരി ബാഗിൽ മാറ്റി വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ, ഗേറ്റ് കടക്കുന്നതിന് മുമ്പ്. ഉമ്മമാരോട് അവിടുത്തെ ചില പണ്ഡിതന്മാർ സംസാരിച്ചു, ഇത് ഭരണഘടനാപരമായ അവകാശമല്ലേ, നിങ്ങൾ കുട്ടികൾക്ക് അവിടെ മതമനുസരിച്ച് ജീവിക്കാൻ, അവരുടെ ചിഹ്നങ്ങൾ സൂക്ഷിക്കാൻ അവകാശമുണ്ടല്ലോ, സംസാരിച്ചുകൂടെ? ഉമ്മമാര് പറയുന്നത് എന്താ, ഞങ്ങളും പണ്ട് തട്ടയിടാതെ തന്നെ ആ സ്കൂളിൽ പഠിച്ചത്, പിന്നെ ഇനിയിപ്പോ നമ്മളെ മക്കളും കൂടി അങ്ങനെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ അങ്ങ് പോട്ടേന്നെ, എന്തിനാ വെറുതെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കുന്നു? സഹോദരന്മാരെ, ഈ പിന്തിരിപ്പൻ സ്വഭാവങ്ങളുണ്ടല്ലോ, ഈ പുറകോട്ട് പോക്കുണ്ടല്ലോ, നമ്മളെ നാശത്തിലേക്കുള്ള പോക്കാണ്. നമ്മുടെ കുട്ടികൾ ഇത് മുഖേന എന്തായി മാറുന്നു? നമ്മുടെ കുട്ടികൾ അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മുടെ ഈ വസ്ത്രം ധരിക്കുന്ന, പൂർണ്ണ വസ്ത്രം ധരിക്കുന്ന അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കുന്ന, തട്ടമിടുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും സംസ്കാരങ്ങളും മറ്റുള്ളവന്റെ മുമ്പിൽ അടിയറ വെക്കേണ്ടതാണ്, അഴിച്ചു വെക്കേണ്ടതാണ് എന്ന ഒരു മനോഭാവം നമ്മുടെ കുട്ടികളിൽ സൃഷ്ടിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അധമ മനസ്കതയാണ് ഉണ്ടായിത്തീരുന്നത്, അവർക്ക് അപകർഷതയാണ് ഉണ്ടായിത്തീരുന്നത്. ഇത് മോശമാണ്. ഈ കൾച്ചർ മറ്റുള്ളവരുടേത് വലുതാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനം, വലിയ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനം, വലിയ ചിന്തയുടെ സംസ്കാരത്തിന്റെ കേന്ദ്രം. സംസ്കാരമാണല്ലോ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല്. അത് പഠിക്കാൻ പോകുന്നിടത്ത് നിന്റെ ശിരോവസ്ത്രത്തിന് യാതൊരു പ്രാധാന്യവുമില്ല കുട്ടി എന്ന് അനുഭവപ്പെടുന്ന ഒരിടത്ത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി ഇയാളുടെ ശിരോവസ്ത്രം അടിയറ വെക്കേണ്ടി വരികയാണ്. അങ്ങനെ അടിയറ വെക്കുന്നിടത്ത് ഇസ്ലാമിനോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും എല്ലാ തരത്തിലുള്ള മതിപ്പുമാണ് അവിടെ അടിയറ വെക്കുന്നത്, അഴിച്ചു വെക്കുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് വേണോ? ഇതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ചില ആളുകൾ പറയുന്നു, ഓ, ഗസയിൽ നിന്ന് അക്കൂട്ടരങ്ങ് ഒഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം അവസാനിക്കൂലായിരുന്നോ? എന്തിനാണ് ഇത്രയും വലിയ കൂട്ടക്കൊലയ്ക്ക് നിന്നു കൊടുക്കുന്നത്? അവരുടെ നാടൊക്കെ തന്നെ ശരിയാണ്, അവരുടെ നാടും വീടും ഒക്കെ തന്നെ. പക്ഷെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ മരിക്കാൻ വേണ്ടി സമ്മതിച്ചു കൊടുക്കണോ? അങ്ങ് മാറിക്കൊടുത്തൂടെ? എവിടെയെങ്കിലും പോയെന്ന് ജീവിച്ചൂടെ? എന്തിനാണ് ഇങ്ങനെ ഈ ആത്മഹത്യാപരമായ തീരുമാനം ഈ ഫലസ്തീനികളും ഹമാസും ഒക്കെ എടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തിനാണ് ഈ ഹമാസ് പിന്നെ അവിടേക്ക് തൂഫാൻ അക്സ എന്ന പേരിൽ 2023 സെപ്റ്റംബറിൽ എന്തിനാണ് ആക്രമണം നടത്തിയത്? നമ്മൾ ചരിത്രം അറിയാതെയും വസ്തുതകൾ പരിശോധിക്കാതെയുള്ള നമ്മുടെ വിലയിരുത്തലുകളാണ്. ബാബരി മസ്ജിദ് അതൊരു പഴകിപ്പൊളഞ്ഞൊരു കെട്ടിടമല്ലേ, അതങ്ങ് വിട്ടുകൊടുത്തൂടെ? നമ്മളൊക്കെ പറഞ്ഞതാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം? ആ പ്രശ്നം എന്താണ്? അങ്ങനെ ഒരു പ്രശ്നം, ഒരു പള്ളി പ്രശ്നം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ നാട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അതല്ലെങ്കിൽ ഒരു സ്കാർഫ് ധരിച്ചു പോകുന്ന ഒരു പ്രശ്നമല്ലേ നാട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണോ? അതങ്ങ് നമുക്ക് വിട്ടുകൊടുത്തുകൂടെ എന്ന് പറയുമ്പോ ആ പ്രശ്നം അതിലൊതുങ്ങുന്നതല്ല സഹോദരന്മാരെ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗോളതലത്തിലുള്ള ഇസ്ലാം സയണിസവും നവഫാസിസവും ലോകത്ത് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരോധം, ഇസ്ലാമോഫോബിയ, അത് അവസാനിക്കുന്നത് മുസ്ലിങ്ങളുടെ വംശഹത്യയിലാണ്, ജനോസൈഡിലാണ്.
അതിൻ്റെതായ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇന്ന് ആരോഗ്യകരമായി ക്രൈസ്തവർക്കും ആരോഗ്യകരമായ നിലപാട് സംഘപരിവാറിന് ഒപ്പം നിൽക്കലാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കൂപമണ്ഡുപങ്ങളാണ് അവര്, വിഡ്ഢികളാണ് അവര്. അടുത്ത ഇരകൾ അവരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ്? ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഏത് പ്രശ്നമെടുത്താലും അതാത് പ്രശ്നത്തിൽ അള്ളാഹു എന്ന് പറയുന്നു, റസൂൽ എന്ന് പറയുന്നു, അതിനപ്പുറം ചലിക്കാൻ നമുക്ക് അനുവാദമില്ല. മുസ്ലിം ആണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു റസൂലിനെ അനുസരിച്ച് മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാവണമെങ്കിൽ ചില ആളുകൾ ഒരു തലയിൽ തട്ടായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കുക? ആകാശം ഇടിഞ്ഞു വീഴുമോ? എന്ത് സംഭവിച്ചാലും ആകാശം ഇടിഞ്ഞു വീഴൂല. ഇടിഞ്ഞു വീഴാൻ പറ്റിയ സാധനമൊന്നുമല്ല. അപ്പൊ ഇതൊന്നും പ്രശ്നമല്ല എന്നവർ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നു? അള്ളാഹുവിന്റെ കൽപ്പനയാണ് പൂർണ്ണമായി സ്ത്രീകൾ വസ്ത്രം ധരിക്കണം, പൂർണ്ണ വസ്ത്രം ധരിക്കണം, ശിരോവസ്ത്രം ധരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫൾന ഫുറൂജഹുന്ന. സത്യവിശ്വാസിനികളോട് താങ്കൾ പറയുക, അവരുടെ കണ്ണുകൾ താഴ്ത്താൻ, പരപുരുഷന്മാരിൽ നിന്ന് കണ്ണുകൾ താഴ്ത്താൻ, അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാതിരിക്കാൻ, ഇല്ലാ മാ ളഹറ മിൻഹാ, സ്വയം പ്രകടമായത് ഒഴികെ ബാക്കി ശരീരത്തിന്റെ ഒരു ഭാഗവും ഒരു സൗന്ദര്യവും പ്രദർശിപ്പിക്കരുത് എന്ന് നിങ്ങൾ അവരോട് പറയണം. അവരുടെ ശിരോവസ്ത്രങ്ങൾ മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. മാറുമറയ്ക്കണം, തലമറയ്ക്കണം, ശരീരമാസകലം മറയ്ക്കണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൊട്ടനായ മനുഷ്യന് പൂർണ്ണ ഉത്തരം ഉണ്ടാവില്ല. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. അതിന്റെ യുക്തി ശാസ്ത്രീയമായും ആരോഗ്യശാസ്ത്രപരമായും ഒക്കെ നമുക്ക് വേറെ കണ്ടെത്താം. പക്ഷെ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു കൽപ്പിച്ചു എന്നതാണ് ഒരു സത്യവിശ്വാസി. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു തആല അന്ന അസ്മാ ബിൻതി അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു തആല അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. വഅലൈഹാ സിയാബുൻ റിഖാഖ്, അവർ ധരിച്ചിരുന്നത് വളരെ നേർമയായ ഒരു വസ്ത്രമാണ്. അത് കണ്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു കളഞ്ഞു. എന്നിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അസ്മാ, മോളെ അസ്മാ, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീള, പെൺകുട്ടികൾ അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ലം തസ്ലഹ് അൻ യറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ, പെൺകുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർ ഇതും അല്ലാതെ ഒന്നും പുറത്ത് കാണിക്കരുത്. പുറത്ത് കാണാൻ പാടില്ല. മുഖവും മുൻകൈയും നബി ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു. മുഖവും മുൻകൈയും ഒഴികെയുള്ള ഒരവയവവും പുറത്ത് കാണരുത് മോളെ. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതിൽ മുഖം മറയ്ക്കണമോ വേണ്ടേക്കെന്നുള്ള തർക്ക വിഷയങ്ങൾ, അത് പണ്ഡിതന്മാർക്ക് വിട്ടു. ഏറ്റവും കുറഞ്ഞത് അത് നമ്മുടെ സഹോദരിമാർ, സ്ത്രീകൾ, അവർ നിർബന്ധമായും മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറച്ചിരിക്കണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റസൂലിന്റെ കൽപ്പനയാണ്. പ്രായപൂർത്തിയെത്തിയ മക്കൾ അവര് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ 5-6 ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും അവർ പ്രായപൂർത്തി എത്തുന്നു. UPS പഠിക്കുന്ന കുട്ടികൾ അവർ പ്രായപൂർത്തി എത്തുന്നു. CBSE പഠിക്കുന്ന കുട്ടികൾ ഇവരൊക്കെ 10 വയസ്സ് 12 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്തിയാൽ നിർബന്ധമായും അവർ ശിരോവസ്ത്രങ്ങൾ, മാന്യമായ വസ്ത്രങ്ങളെ ധരിപ്പിക്കാം. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെയൊക്കെ ഇറുകിയ ജീൻസ് വിട്ട് ടൈറ്റ് ടീഷർട്ടും ഒക്കെ ഇട്ട് അങ്ങനെ കുട്ടികളെ വിടുകയാണ്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? നിങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യം മറച്ചു വെക്കാനാണ്.
ശരീരത്തിന്റെ സൗന്ദര്യം മറച്ചു വെക്കാൻ പറയുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന്. അത് ഹറാമാണ്, അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാവും, മലക്കുകളുടെ ശാപം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളുടെ മേലെ എപ്പോഴും ഇങ്ങനെ മലക്കുകളുടെ ശാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്? ഇല്ലല്ലോ. അപ്പൊ എന്ത് വേണം? നമ്മുടെ മക്കളെ ഏവന്റെ സ്കൂളിലാണെങ്കിലും പടച്ചോന്റെ ദീൻ അത് മുറുകെ പിടിച്ചല്ലാതെ കുട്ടികളെ പറഞ്ഞയക്കരുത്. നിങ്ങൾ മോളെ കുഴപ്പമില്ല, നിന്റെ സ്കാർഫ് ഊരി ബാഗിൽ വെച്ചോ, കുറച്ചു നേരത്തേക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ വല്ലാഹി നാശത്തിലേക്കുള്ള പോക്കാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ലംഘിക്കാൻ തൻ്റെയുള്ളവരൊക്കെ ചെയ്തു, പക്ഷെ പടച്ചോ നടപടിയെടുക്കും. ദുനിയാവിൽ വെച്ച് തന്നെ ആ മോളെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ കണ്ണീര് കുടിക്കേണ്ടി വരും. ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കും. ഐഡന്റിറ്റി ക്രൈസിസ്, അസ്തിത്വപരമായ പ്രതിസന്ധി, അതേപോലെ തന്നെ ആദർശപരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ആർജവം കാണിക്കുന്നവനാണ് മുസ്ലിം മുഅ്മിൻ എന്ന് പറയുന്നത്. വിട്ടുവീഴ്ചയില്ല. ഉദഹിയ മാടറക്കാൻ പാടില്ല, ആടറക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ വേണ്ടത്? ജയ് ശ്രീറാം വിളിച്ചോളണം. സഹോദര, ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം, ആദർശത്തെ ആർജവത്തോടെ മുറുകെ പിടിക്കണം. നീ വെട്ടി നുറുക്കപ്പെട്ടാലും തീ കൊണ്ട് കരിക്കപ്പെട്ടാലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. രണ്ടാമത് നമ്മൾ നോക്കണം, ഭരണഘടനാപരമായ നമ്മുടെ അവകാശമാണ്. ഭരണഘടനാപരമായ അവകാശം എന്ന അർത്ഥത്തിൽ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 91, അതെ ആർട്ടിക്കിൾ 21, 25 നിങ്ങൾ എടുത്ത് നോക്കൂ. അവിടെ കാണാം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മുടെ ഐഡന്റിറ്റി പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ അവകാശമാണ്. ഐഡന്റിറ്റി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം, ഞാൻ ആരാണ്, എൻ്റെ ഭാഷ, എൻ്റെ വേഷം, എൻ്റെ ഭക്ഷ്യ സംസ്കാരം, ഇതെല്ലാം പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിൽ പെട്ടതാണ്. നിങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ എടുത്തു നോക്കൂ, സുപ്രീം കോടതി വിധികൾ എടുത്തു നോക്കൂ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇത് നമ്മുടെ അവകാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ആർട്ടിക്കിൾ 21, റൈറ്റ് ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശം. അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അത് ഹനിച്ചുകൊണ്ട്, ലംഘിച്ചുകൊണ്ട്, ബലി കഴിച്ചുകൊണ്ട് ഭരണഘടന മുറുകെ പിടിക്കുന്ന ഒരു പൗരനും ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹനല്ല. അത് മുറുകെ പിടിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. റൈറ്റ് ടു ലൈഫ് മീൻസ് ദ റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യൻ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് കൊടുക്കുന്നത് ഭരണഘടന. അന്തസ്സോടെ, സുപ്രീം കോടതി അങ്ങനെയാണ്. അന്തസ്സോടെ ജീവിക്കാൻ, അവന്റെ അന്തസ്സ് പണയപ്പെടുത്തി അവന്റെ വേഷത്തിന്റെ സംസ്കാരം, ഭക്ഷ്യ സംസ്കാരം, അവന്റെ ആദർശം, ഇതൊക്കെ പണയപ്പെടുത്തി ജീവിക്കാൻ ഭരണഘടന പറയുന്നില്ല. വീണ്ടും കാണാൻ കഴിയും ആർട്ടിക്കിൾ 25, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആരാധനാലയങ്ങൾ കെട്ടി ഉയർത്താനും മതാനുഷ്ഠാനങ്ങൾ വെച്ചു പുലർത്താനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിമിനുള്ളതുപോലെ, ഹിന്ദുവിനും ക്രൈസ്തവനും ഉള്ളതുപോലെ മുസ്ലിമിനും അവകാശമുണ്ട്. അവന് കൂടുതൽ അവകാശം, ഇവന് കൂടുതൽ അവകാശം ഇല്ല. എല്ലാവർക്കും തുല്യാവകാശം, തുല്യനീതിയും തുല്യാവകാശവുമാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ്. തൻ്റെ ഇടത്തോടെ കോടതിയിൽ പോയി വാദിച്ച് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പൂട്ടിക്കണം. മുസ്ലിം സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. മുസ്ലിം മതസ്ഥാപനങ്ങളല്ലാതെ പൊതുവിദ്യാഭ്യാസം നടത്തുന്ന മുസ്ലിം സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും കുറിയിട്ട് വരാൻ പാടില്ല, കുരിശുമാല ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ, കന്യാസ്ത്രീ അവരുടെ തട്ടമിടാൻ പാടില്ല. എവിടെയെങ്കിലും ഒരു ചരിത്രമുണ്ടോ, ഒരു സംഭവം ഉണ്ടോ? ഇതൊക്കെ ഒരു ഫ്ലിപ്പ് ടെസ്റ്റ് നടത്തി പരിശോധിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഇത് നമ്മളോടാകുമ്പോ ഇങ്ങനെ, നേരെ മറുവശത്ത് അവരോടാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നേരെ മറുവശത്ത് നോക്കൂ. ഈ പള്ളുരുത്തി സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് ഒരു ക്രസന്റ് മുസ്ലിം സ്കൂൾ ഉണ്ടെന്ന് വെച്ചോ.
അങ്ങനെ ആ സ്കൂളിലാണ് പറയുന്നത് നിങ്ങൾ ചന്ദനക്കുറി ഇട്ടുകൊണ്ട് വരാൻ പാടില്ല. മറ്റൊരു കുട്ടിയോട് പറയുന്നു കുരിശുമാല അഴിച്ചു വെച്ചിട്ടേ വരാൻ പാടുള്ളൂ. ഇത് സ്കൂളിന്റെ പൊതു നിയമമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പൊക്കോ, അത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാലും നടക്കൂല എന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ അന്തിച്ചർച്ചകൾ, നമ്മുടെ പിന്നെ ഇവിടുത്തെ ചർച്ചകൾ എന്തായിരിക്കും? നിരീക്ഷകന്മാരെന്ത് പറയും? രാഷ്ട്രീയ നേതാക്കൾ എന്ത് പറയും? ഇവിടെ എന്താ തോറാപാറയാണോ? ഇവിടെ താലിബാനാണോ ഭരണം നടത്തുന്നത്? ഭീകരന്മാരാണ്. എല്ലാത്തിനും കണ്ട് 5 കൊല്ലം കൊണ്ട് കേരളം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രക്കാരുടെ ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പുകിലാണ് ഇവിടെ ഉണ്ടാവുക? ആർക്കെങ്കിലും വല്ല കുലുക്കോ ഉണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഭരണഘടനാപരമായ അവകാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്? ഒന്നാമത്, നമ്മുടെ നിലവിലുള്ള സർക്കാർ കൃത്യമായ നിലയിൽ സർക്കുലർ പോകണം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതുവിദ്യാഭ്യാസം നടത്തുന്ന സ്കൂളുകൾ, അത് മാനേജ്മെന്റ് സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും അതല്ല സർക്കാർ സ്കൂളുകളാണെങ്കിലും, ആ സ്കൂളുകളിലൊക്കെ തന്നെ അവരുടെ ബഹുസ്വരത കാത്തു സൂക്ഷിക്കണം. യൂണിഫോം ഉണ്ടെങ്കിലും ആ യൂണിഫോമിനോടൊപ്പം തന്നെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകരുത്. മറ്റൊരുത്തന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലേണ്ടി വരരുത്. അതേപോലെ തന്നെ അവരവർക്ക് സ്വീകാര്യമായിട്ടുള്ള മതചിഹ്നങ്ങൾ ധരിക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടനാപരമായി. അത് സംരക്ഷിക്കുന്ന നിലയിലുള്ള സർക്കുലർ നമ്മുടെ ആർജവമുണ്ടെങ്കിൽ നമ്മുടെ കേരള സർക്കാർ അത് പുറപ്പെടുവിക്കണം. അതോടുകൂടി എന്നേക്കുമായി ഈ വിവേചനം എടുത്തു മാറ്റും. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരുടെയും കുട്ടികൾ പഴയ കാലത്തെ പോലെ സൗഹാർദ്ദത്തോടെ ജീവിക്കും. ധൈര്യമുണ്ടെങ്കിൽ സർക്കാർ അത് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഭരണഘടനയോട് കൂറുണ്ടെങ്കിൽ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തോടും ജനാധിപത്യത്തോടും കൂറുണ്ടെങ്കിൽ സർക്കാർ അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, സർക്കാർ അവിടെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെയുള്ളത് ഇവിടത്തെ ജനാധിപത്യത്തെ കുറിച്ച് ആണയിട്ട് സംസാരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ആ പാർട്ടികൾക്ക് ജനാധിപത്യപരമായ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ ആ സ്കൂളുകളെ അടച്ചു പൂട്ടിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തികൾ കാണിക്കണം. എങ്ങനെയുള്ള സ്കൂളുകൾ? അത് ക്രൈസ്തവ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇല്ല. അങ്ങനെ ഏത് സ്കൂളാണെങ്കിലും അങ്ങനെ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. അതിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ ആവശ്യമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകണം. അത് മാത്രമല്ല കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ കഴിയണം രക്ഷകർത്താക്കളുണ്ടെങ്കിൽ. അതോടൊപ്പം അതും കഴിയുന്നില്ലെങ്കിൽ ഒരു ദുർബലനായ മുസ്ലിമിന്റെ ഒരു അവസാനത്തെ വഴി എന്താ? മനസ്സുകൊണ്ട് വെറുക്കുക എന്നുള്ളതാണ്. തിന്മ കണ്ടാൽ കൈകൊണ്ട് ചെറുക്കുക, അല്ലെങ്കിൽ നാവുകൊണ്ട് പറയുക. അതിനും കഴിഞ്ഞില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുക്കുക. അവസാനത്തെ ദുർബലന്മാരുടെ ഈമാന്റെ നിലപാടെങ്കിലും നമ്മൾ സ്വീകരിക്കണം. എന്താണത്? മനസ്സുകൊണ്ട് വെറുത്തിട്ട് അതങ്ങ് വിടുക. എന്നിട്ട് മുസ്ലിം കുട്ടികളെ, നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ഒരൊറ്റ അത്തരത്തിലുള്ള ക്രൈസ്തവ സ്കൂളുകളിൽ ചേർക്കാതെ പൊതുവായിട്ട് ബഹുസ്വരത അംഗീകരിക്കുന്ന പൊതു സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുക. സർക്കാർ സ്കൂളൊക്കെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കും. എന്തുകൊണ്ട് അവിടെ ചേർക്കുന്നില്ല? എത്രയോ IAS-കാരും IPS-കാരും ഉയർന്ന തസ്തികകളിൽ എത്തിയിട്ടുള്ള ആളുകളും അവരൊക്കെ തന്നെ പൊതുപള്ളിക്കൂടങ്ങളിൽ പഠിച്ചു വളർന്നു വന്നവരാ. നമുക്കൊക്കെ ഒരു തോന്നൽ, ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാലേ നമ്മളെ കുട്ടികൾ അങ്ങോട്ട് ആവുള്ളൂ. നമ്മൾ ഈ പഠിപ്പിക്കുന്നതിനൊരു കാര്യമില്ല. കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള അവരുടെ ഉള്ളിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു ശേഷിയും ഒരു കഴിവും ഒക്കെ ഉണ്ട്. അതവർ പുറത്തെടുക്കും. അതിന് അത്യാവശ്യത്തിനുള്ള പഠന സൗകര്യങ്ങൾ ഉണ്ടായാൽ മതി. നമ്മുടെ ഈ ടെക്നോളജിയും നമ്മുടെ ഈ തള്ളിക്കയറ്റലും ഒക്കെ കൊണ്ടാണ് കുട്ടി അങ്ങനെ ആയതെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കുട്ടിക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത, അത്യാവശ്യത്തിന് പാഠ്യവിഷയങ്ങൾ മുമ്പിൽ കൊടുത്ത കുട്ടി വളർന്നോളും, ഉയർന്നോളും. അവൻ അവിടെ പൊതു സ്കൂളുകളിൽ പഠിക്കട്ടെ. എന്തിനാ നമ്മൾ ഈ കൊണ്ടുപോയി വർഗീയത നമ്മളെ കുട്ടികൾ അതിനെ ഇരകളാക്കി മാറ്റുന്നത്? സഹോദരങ്ങൾ, അത് ചെയ്യരുത്. അത് തെറ്റാണ്. അതുകൊണ്ട് പിൻവലിക്കണം. ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ അധ്യയന വർഷം തുടങ്ങുമ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളെ ഈ ഷൊർണൂരിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണം. ഇമാം ഞാനിവിടെ ഉണ്ട് ഒരുത്തനായിട്ട്. അതുപോലെ ഇവിടെ കമ്മിറ്റി ഉണ്ട്, അറിയിക്കണം നിങ്ങൾ. ഞങ്ങളുടെയൊക്കെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ
ഭരണഘടനയ്ക്കെതിരെ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇടപെടണം, തിരുത്തിക്കണം. എവിടെയാണെങ്കിലും എന്തിനാണ് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഇസ്ലാമിനെ ബലികഴിപ്പിച്ചിട്ട് അവരെ അടിമകളാക്കി മാറ്റുന്നത്? ചെയ്യാൻ പാടില്ല സഹോദരന്മാരെ. അതുകൊണ്ട് അഭിമാനത്തോടെ ജീവിക്കണം. അല്ലാഹു തആല പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ I am a Muslim, ഞാനൊരു മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അതുകൊണ്ട് ആ വാക്ക് ഏറ്റു പറയാൻ, അല്ലാഹുവിലേക്ക് ഇങ്ങോട്ട് ആളുകൾക്ക് പ്രപഞ്ചനാഥനായ പടച്ചവനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ഒരു മനോഹരമായ വ്യക്തിത്വം അള്ളാഹുവിന് സാക്ഷിയായി പ്രദർശിപ്പിക്കാൻ, ഇവനാണ് മുസ്ലിം, എത്ര മനോഹരം ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്ന നിലയിൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് എവിടെയും, പോലീസ് സ്റ്റേഷനിലും സ്കൂളിലും ട്രെയിനിലും ബസ്സിലും ഭരണകൂടത്തിന്റെ മുമ്പിലും നീതിപീഠത്തിന്റെ മുമ്പിലും അവന് വ്യക്തിത്വം തുറന്ന് പ്രദർശിപ്പിക്കേണ്ടി വരുന്ന ഏതിടങ്ങളിലും അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ അവന് കഴിയണം. അപ്പോഴാണ് അവന് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായി മാറുന്നത്. പടച്ചവൻ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിക്കാനും ഈമാനിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്താനും അതിന്റെ ഏറ്റവും ശരിയായ നിലപാടുകൾ മനസ്സിലാക്കി ഉറച്ചു നിൽക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.